ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് 20 ആൾക്കുള്ള മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ഫ്രണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നേ അവർക്ക് ഹോട്ടലാണ്. ആ ഹോട്ടലിലുള്ളവർക്കും ഞങ്ങളുടെ ഷോപ്പിലുള്ളവർക്കും കൂടിയിട്ട് ഞങ്ങൾ മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിലേക്ക് പോയത്. ഞാൻ എൻ്റെ ഷോപ്പ് അടച്ചിട്ടാണ് അവിടേക്ക് പോയത്. അവരും ഷോപ്പ് അടക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തിരക്കൊക്കെ കുറവായ കാരണം കൊണ്ട് നല്ലപോലെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം. ഞാൻ മന്തി മസാല അൻവർഖാൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കിയത്. അവിടെ നല്ല ഗ്രൈൻഡറുള്ള കാരണം അവിടെ നിന്ന് വേഗം പൊടിച്ചെടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തു മിക്സിയിൽ. ഞാൻ അടിച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് ചിക്കൻ. അപ്പോൾ ഇതിലേക്ക് ഇനി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയില, പുതിനയില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ് കേട്ടോ. ഗരം മസാല, മന്തി മസാല, കുരുമുളക് പൊടി, ചിക്കൻ പൗഡർ, നാരങ്ങ നീര്, മാഗി ക്യൂബ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. ഉപ്പ് ചേർക്കണില്ല കേട്ടോ, കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം കൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ അതിൽ കിട്ടേക്കണത് ഉപ്പല്ല, ചിക്കൻ പൗഡറാണ്. അതാണ് ഞാൻ എടുത്ത് പറയണത് കേട്ടോ, അത് ഉപ്പല്ല, ചിക്കൻ പൗഡറാണ്. പിന്നെ അതിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്തു. ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. നമ്മൾ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൽ മസാലകളൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കും, നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോട്ടലിലുള്ളവർ ചിക്കൻ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുമൊന്നും പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എടുത്തു ഒരു വലിയ പാത്രത്തിൽ പരത്തി വെച്ചു. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടു കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വെച്ചു. പിന്നെ റൈസ് ഉണ്ടാക്കാൻ നിന്നു. റൈസിലെല്ലാ സ്പൈസസും ഇട്ടു, പിന്നെ മല്ലിയില, പുതിനയില അതൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൈസ് ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടത്തരം പറ്റി ഞങ്ങൾക്ക്. രണ്ടും വലിയ പാത്രങ്ങളായതുകൊണ്ട് അത് സ്റ്റൗമ്മ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് എൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ എടുത്തോടുന്നു. എന്നിട്ട് അതുമ്മലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചിക്കൻ വെച്ച് വേവിച്ചെടുത്തത്. പിന്നെ ചോറ് വേവണ സമയത്ത് ഞങ്ങൾ മയോണൈസ് അതിലേക്ക് വേണ്ട ചട്നിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കണില്ല. അങ്ങനെ ചോറും ചിക്കനൊക്കെ റെഡിയായി. പിന്നെ ദമ്മിട്ടു കേട്ടോ. അതിലേക്ക് ഞങ്ങൾ ചാർക്കോളൊക്കെ വെച്ചു, പിന്നെ മുളകൊക്കെ കുത്തി വെച്ചു, കുറച്ച് കളറൊക്കെ ഒഴിച്ചു. അങ്ങനെ എല്ലാ പണിയും കഴിച്ച് അവസാനം ഞങ്ങൾ ഇത് പാർസലാക്കി കേട്ടോ, ചോറൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് 20 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കഴിച്ചവർ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. അങ്ങനെ എല്ലാ പണിയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 20 പേർക്കുള്ള മന്തിയുടെ വിശേഷം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമല്ല, അവർ നാട്ടിലെത്തിയിട്ടുണ്ടാവും. ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു മാസത്തെ പരിചയമുള്ളൂ. പക്ഷേ കുറേ കാലത്തെ പരിചയമുള്ള പോലെയായി ഞങ്ങളുടെ ഹസ്ബൻഡ്സ് നല്ല ഫ്രണ്ട്സാണ്. ആ വഴിയാണ് ഞങ്ങളും ഫ്രണ്ട്ഷിപ്പ് ആയത് കേട്ടോ. ചില ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്, ഒരു മാസത്തെ പരിചയമുള്ളൂ, ചില നമ്മൾ കുറേ കാലം പരിചയമുള്ള പോലെ ഒരുപാട് കാലമായി നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെയൊക്കെ തോന്നും. ഈ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ സൗഹൃദം ഒരുമിച്ചുണ്ടാക്കിയ നല്ല ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇനി വേഗം കാണാൻ പറ്റട്ടെ.